ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് വിജ്ഞാപനം ഉടനെ തന്നെ വരും, ഡിസംബറിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LSA എക്സാമിന് ശേഷം രണ്ട് പേപ്പറായിട്ടാണ് എക്സാം വരുന്നത് അല്ലേ. അതിൻ്റെ ഒരു പ്രാഥമിക നോട്ടിഫിക്കേഷൻ ഐഡിയ ഒക്കെ നമുക്ക് ലഭിച്ചിരുന്നു PSCയുടെ ഭാഗത്തു നിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ അതായത് ഈ ഒരു രണ്ട് പേപ്പർ പരീക്ഷയാണ്. അപ്പം ആ നിലവാരത്തിൽ നടന്ന ആദ്യ പരീക്ഷയായിരുന്നു LSA എക്സാം, പഞ്ചായത്ത് സെക്രട്ടറി എക്സാം എന്ന് പറയുന്നത്. സോ ആ എക്സാമിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു ആൻസറിങ് മാത്രമല്ല, നിങ്ങളുടെ പഠനം ഏതൊക്കെ നിലവാരത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്, ഏതൊക്കെ മേഖലകൾ നിങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട്, കറണ്ട് അഫയേഴ്സും എത്രത്തോളം ഡെപ്തിൽ പഠിക്കാനുണ്ട്, ഇതൊക്കെ നിങ്ങളിലേക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അല്ലാതെ ജസ്റ്റ് ഒരു ആൻസറിങ് ആൻഡ് ക്യൂസിങ് സെഷനായിട്ട് നിങ്ങൾ കാണണ്ട. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യം നമ്മൾ LSA എക്സാമിന് പേപ്പർ 1 ഭാഗത്തിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊന്ന് നോക്കി നോക്കാം. 27 വയസ്സുള്ള രാജ്ഞിയായ എങ്കാവായ് ഹോനോ ഈട്ടിപ്പോയെ തദ്ദേശീയ സമൂഹമായ മാവോറികൾ തങ്ങളുടെ പുതിയ രാജാവായി അഭിഷേകം ചെയ്ത രാജ്യം ഏതാണ്? ഇതൊരു ന്യൂസ് പേപ്പർ ആണ്. ന്യൂസ് പേപ്പറുമായി അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള, നന്നായിട്ട് പത്രവാർത്തകൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ എളുപ്പമാകാൻ സാധ്യതയും, അല്ലാതെ ജസ്റ്റ് കണ്ടന്റുകൾ മാത്രം പഠിച്ച വ്യക്തികൾക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടായ ഒരു ചോദ്യമാണ്. ഇവിടെ ആൻസർ വരുന്നത് ന്യൂസിലാൻഡ് ആണ്. നമുക്ക് ഈ പാപ്പുവോ ന്യൂ ഗിനിയ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലോട്ടൊരു ചായ വരുമെങ്കിലും അല്ലെ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും അല്ലെ, ഇങ്ങനെ ഒരു പേര് ചിലപ്പം ആ ഒരു ഗോത്ര പേരാണ്, അതുകൊണ്ട് തന്നെ ഇത് പാപ്പു ഗിനിയാണ് അതാണ് ആവാൻ സാധ്യത എന്ന് നമ്മുടെ മനസ്സ് പറയെങ്കിലും ആൻസർ ഏതാണ്? ന്യൂസിലാൻഡ് ആണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രത്യേകിച്ചും ഒരു ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ ഇത്തരം പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അത്തരം ന്യൂസ് പേപ്പേഴ്സിനൊക്കെ ചോദിക്കുന്ന, പ്രത്യേകിച്ച് ഹിന്ദു ഒക്കെ എപ്പോഴും നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ വൊക്കാബ്സും കറക്റ്റ് ചെയ്യാൻ വേണ്ടി വായിക്കണം എന്ന് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അത്തരം പേപ്പറുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ആൻസർ ന്യൂസിലൻഡ് ആണ്. പിന്നെ ആൻസർ നിലവിൽ PSC പുറത്തിറക്കിയിട്ടുള്ള പ്രൊവിഷണൽ ആൻസേഴ്സ് പ്രകാരമാണ് പറയുന്നത്. ഫൈനൽ ആൻസർ വന്നാലേ നമുക്കൊരു എന്നാൽ അതിലും കുറേ മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ട്. പലപ്പോഴും പല ഫൈനൽ കീയിലും പല ക്വസ്റ്റ്യൻസും മിസ്റ്റേക്ക് വരാറുണ്ട്. എന്നാലും പ്രൊവിഷൻ പ്രകാരമാണ് നമ്മൾ ആൻസേഴ്സ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നഗരപ്രദേശങ്ങളിലെ മലിനീകരണം കുറക്കുന്നതിനുമായി 2024 ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? ഇത് ആക്ച്വലി പ്രൊവിഷൻ പ്രകാരം കൊടുത്തിട്ടുള്ളത് ഫെയിം ഇന്ത്യ എന്നാണ്. പ്രൊവിഷൻ പ്രകാരം കൊടുത്തിട്ടുള്ളത് ഫെയിം ഇന്ത്യ എന്നാണ്. ഓക്കെ, ഫെയിം ഇന്ത്യ എന്നുള്ളതാണ് പ്രൊവിഷൻ പ്രകാരം കൊടുത്തിട്ടുള്ളത്. ഫെയിം ഇന്ത്യ സ്കീം ഘട്ടം 2 എന്നുള്ളതാണ്. പക്ഷേ ഈ ഫെയിം ഇന്ത്യ സ്കീം ഘട്ടം 2, അതിന്റെ ഘട്ടം 2 2019 ആണ് നടപ്പാക്കിയതെന്നാണ് പല സൈറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ ചിലപ്പം ചലഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പദ്ധതികൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കുക കേരളത്തിലെ പ്രധാന പദ്ധതികളാണ്. പക്ഷെ ഇപ്പോൾ പല പരീക്ഷകളിലും കേരളം വിട്ട് ഇന്ത്യയിലെ പ്രധാന പദ്ധതികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അടുത്തിടെ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട പദ്ധതികൾ കൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ സോളാറുമായി ബന്ധപ്പെട്ട പദ്ധതി ഉണ്ടായിരുന്നു അല്ലെ, PM സൂര്യഗർ മുഫ്തി യോജന, അങ്ങനെ ആ ഒരു പേരിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം അത്തരം സ്കീമുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അത് ഇപ്പൊ നിരന്തരമായിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമുകൾ നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൊവിഷൻ പ്രകാരം ഓപ്ഷൻ B ആണ്. പക്ഷെ ഈ ഒരു ചോദ്യമൊക്കെ ചലഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഫെയിം ഇന്ത്യയുടെ 1ാം ഘട്ടം 2015 2ാം ഘട്ടം 2019 എന്നാണ് കാണുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനെ കണ്ടെത്തുക.
ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയെയാണ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനെ കണ്ടെത്തുക ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയെയാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. അപ്പോ 3 മാത്രം എന്നുള്ളതാണ് ശരി. അതുപോലെ തന്നെ ആനി ജോർജ് മാത്യു ഈ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായിട്ടുള്ള മലയാളിയാണ് ആര്? ആനി ജോർജ് മാത്യു. അപ്പോ ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷന് ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. അതുപോലെ ഈ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായിട്ടുള്ള മലയാളിയാണ് ആര്? ആനി ജോർജ് മാത്യു എന്ന് പറയുന്നത്. ഓക്കെ, ഈ അരവിന്ദ് പനഗരി എന്ന് പറയുന്നത് എന്താണ്? നീതി ആയോഗിന്റെ ഫസ്റ്റ് VC വൈസ് ചെയർമാൻ കൂടിയാണ് ആര്? അരവിന്ദ് പനഗരിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ അടുത്തിടെ നടപ്പാക്കിയ രോഗികളോ ആശുപത്രി സന്ദർശകരോ ആക്രമണകാരികളാകുമ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കെതിരായി അതിക്രമങ്ങൾ തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള അടിയന്തര പ്രതികരണത്തിന്റെ പേരെന്താണ്? കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്നാണ്. കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള മാർക്കാണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. കേരളവുമായി ബന്ധപ്പെട്ട ഫാക്ടുകൾ പഠിക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ കോഡ് ഗ്രേ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട ചോദ്യം. സോ അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട ഇനിയുള്ള പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കണ്ണൂരിൽ, കേരളമാണ്. അപ്പോൾ കേരളത്തിലെ കണ്ണൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കേരളത്തിലെ കണ്ണൂരിലാണ്. ഓക്കെ, അടുത്തത് ആദിത്യ L1 കുറിച്ച് ISROയുടെ ആദിത്യ L1 ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്താണ്? സൗരാന്തരീക്ഷത്തിന്റെ ചലനാത്മകത പഠിക്കാനാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഓരോ ഓപ്ഷൻ പഠിക്കുന്ന സമയത്തും എന്താണ് ഇതെല്ലാം ശരിയാണല്ലോ എന്ന് തോന്നും. പ്രൊവിഷൻ പ്രകാരം ആൻസർ ഏതാണ്? സൗരാന്തരീക്ഷത്തിന്റെ ചലനാത്മകത, ഡൈനാമിക്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ISROയുടെ ആദിത്യ L1, ISROയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചത്. ഓക്കെ, L1 പോയിന്റിലെത്തിയ ദിവസമാണ് 2024 ജനുവരി 6. അതൊക്കെ പോട്ടെ. അപ്പോ അതിന്റെ പ്രധാനപ്പെട്ട പ്രൈമറി ഗോൾ എന്താണെന്നാണ്? സൗരാന്തരീക്ഷത്തിന്റെ ചലനാത്മകത പഠിക്കാൻ, ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഒരു പ്രൊവിഷൻ പ്രകാരം ആൻസർ. നിങ്ങൾ ഓരോ ആൻസർ വായിക്കുമ്പോഴും ഈ ഒരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ബാക്കിയുള്ള 3 ഓപ്ഷൻസ് ഭൂമിയുടെ എന്തായാലും അല്ല, ബാക്കിയുള്ള 3 ഓപ്ഷൻസ് വായിക്കുമ്പോൾ 3ഉം ശരിയാണല്ലോ എന്നുള്ള ചിന്ത നമ്മൾക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രൊവിഷൻ പ്രകാരം ഏതാണ് ആൻസർ എന്ന് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയ ദേശീയ കുടുംബാരോഗ്യ സർവേ ഏതാണ്? ഇപ്പൊ 2021 ഏറ്റവും ഒടുവിലായിട്ട് ദേശീയ കുടുംബാരോഗ്യ സർവേ എന്താണ് പൂർത്തിയാക്കിയത്. സോ അത് ദേശീയ കുടുംബാരോഗ്യ സർവേ 5 ആണ്. ഏറ്റവും ഒടുവിലായിട്ട് കംപ്ലീറ്റ് ചെയ്ത കുടുംബാരോഗ്യ സർവേ ആണ് ഫാമിലി ഹെൽത്ത് സർവേ, അല്ലെ? ഫാമിലി ഹെൽത്ത് സർവേ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 ആണ് ഏറ്റവും ഒടുവിലായിട്ട് 2021 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന പോയിന്റുകളാണ്. അപ്പോൾ എന്താണ്, ആർക്കും കിട്ടരുത്, ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇത്തരം ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ LSI എക്സാം കഴിഞ്ഞു. അപ്പോൾ 2 ഘട്ട പരീക്ഷയായിരുന്നു, 2 പേപ്പർ പരീക്ഷയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു എക്സാമിന് ശേഷം അടുത്തത് 2 പേപ്പർ വരുന്ന എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഡീപ്പായിട്ട്, ഇപ്പൊ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ചോദ്യം നമ്മൾ അത്രയും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ന്യൂസ് പേപ്പർ നന്നായിട്ട് ഫോളോ ചെയ്യുക. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. ഇന്ത്യയിലെ പദ്ധതികൾ, ഇപ്പൊ ഫെയിം എന്ന് പറയുന്ന പദ്ധതി, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്നല്ല, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ചർച്ചാ വിഷയമായിട്ടുള്ള പദ്ധതികൾ, ആദ്യമായിട്ട് തുടങ്ങുന്ന പദ്ധതികൾ, ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. അത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലാമറസ് പോസ്റ്റ് ആണ്, ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള പോസ്റ്റ് ആണ്. സോ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിവിധ വിഷയങ്ങളിലുള്ള ഒരു ടീമാണ്, CCയുടെ ടീമാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ കാണുന്നത്. നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാവും. ടോപ്പിക്കിൽ പറഞ്ഞ സിലബസ് പ്രകാരമുള്ള റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ
മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൽ. ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു LSC എക്സാമിനെ കുറിച്ചും സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന്റെ കറണ്ട് അഫയേഴ്സ് എങ്ങനെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, അതിന്റെ നിലവാരം നിങ്ങൾ എത്രത്തോളം ഉയർത്തേണ്ടതുണ്ട്, നിങ്ങളുടെ പഠനത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് വരുത്തേണ്ടത് എന്ന് നിങ്ങൾക്കൊരു ചെറിയ ഒരു അല്പമെങ്കിലും ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ആ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുമ്പോൾ ആദ്യ പരീക്ഷണം എന്ന് പറയുന്നത് പ്രിലിംസ് ആണ്. അതിന് നന്നായിട്ട് തന്നെ ഒരുങ്ങുക. കാരണം അത് കടന്നാലേ നമുക്ക് മെയിൻസ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റു പ്രധാനപ്പെട്ട ഈ ഒരു സെക്രട്ടറി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്